ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമുക്ക് മുട്ട വെച്ചിട്ട് ചോറിൻ്റെയും അപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും അതേപോലെ തന്നെ ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സിമ്പിൾ റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു മിക്സിയുടെ ജാർ വെച്ചു. അതിലേക്ക് ഞാനൊരു 7-8 അല്ലി വെളുത്തുള്ളിയാണ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി 2ആയിട്ട് കീറിയതും കൂടെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ഞാൻ ഒരു 1/2 ടീസ്പൂണോളമുള്ള പെരിഞ്ജീരകമാണ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളമുള്ള മുഴുവനെയുള്ള കുരുമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. ഒരുപാട് അരഞ്ഞ് പേസ്റ്റ് പോലെ ആവരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ അടുപ്പിലൊരു പാൻ വെച്ചു. പാനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളമുള്ള വെളിച്ചെണ്ണയാണ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ചതച്ചുകൊണ്ട് വന്നിരുന്ന ആ ഒരു മസാലയില്ലേ, അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മൂപ്പിച്ച് ഈ മസാലയുടെ ആ ഒരു പച്ച മണം ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, നമ്മളുടെ ആ ഒരു മസാല നല്ല രീതിയിലൊന്ന് മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ടൈമിലേക്ക് ഞാനൊരു വലിയ സവാള ഇതേപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് 4ആയിട്ട് കീറിയതും കൂടെയാണ്. അതൊന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് വഴണ്ടൊന്നും പോകണ്ട, ജസ്റ്റ് നമുക്കിതേപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, ഇതേ രീതിയിലൊന്ന് വഴണ്ട് വന്നിട്ടേ ഉള്ളൂ, ഒന്ന് കളർ മാറാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ടൈമിലേക്ക് ഞാനൊരു വലിയ തക്കാളിയുടെ പകുതി ഇതേപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്, പഴുത്ത തക്കാളിയാണ്. അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. കണ്ടോ, ഇവിടെ നമ്മുടെ തക്കാളി ഒന്ന് വഴണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ടൈമിലേക്ക് നമുക്കിനി ഇതിലേക്കുള്ള മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യമേ തന്നെ ഞാനൊരു 1/2 ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ 1 ടീസ്പൂണോളമുള്ള മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1 ടീസ്പൂൺ തന്നെ ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂണോളമുള്ള ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഈ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, നല്ല രീതിയിൽ നമ്മളുടെ ആ ഒരു പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ മാറി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഞാനിതിലേക്കൊരു 1/4 കപ്പോളമുള്ള നല്ല ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇതേപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 1/2 ക്യാപ്സിക്കം ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുത്തതാണ്, അത് ഞാനിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് നോക്കുക. കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഈ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി ആ ഒരു ക്യാപ്സിക്കം ഒക്കെ ഒന്ന് സോഫ്റ്റ് ആകുന്നിടം വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. തുറന്ന് നോക്കുമ്പോൾ കണ്ടോ, ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി ആ ക്യാപ്സിക്കം ഒക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു 4 മുട്ട പുഴുങ്ങിയതിന് ശേഷം അതിൻ്റെ വെള്ളക്കരുത ഇതേപോലെ ഒന്ന് മുറിച്ച് വെച്ചിട്ടുള്ളതാണ്. അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴാണ് ഞാനിതിലേക്ക് നമ്മളുടെ ആ ഒരു 4 മുട്ടയുടെ മഞ്ഞക്കരു ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും മഞ്ഞക്കരു ജസ്റ്റ് ഒന്ന് ഒരുപാട് ഉടയ്ക്കേണ്ട, ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ആ ഒരു ഗ്രേവിയിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി റെഡിയായി. ചോറ്, ചപ്പാത്തി, അപ്പം, പൊറോട്ട, ഇടിയപ്പം എല്ലാത്തിൻ്റെയും കൂടെ ഒരു അടിപൊളി ടേസ്റ്റി റെസിപ്പിയാണ്. സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. മല്ലിയില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മല്ലിയില ഇതിൻ്റെ മേളിൽ കൂടെ ഒന്ന് സെർവ് ചെയ്താൽ മതി. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി റെഡിയായി. മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരിക. അപ്പോൾ ഇതേപോലെ ഒരു പുതുപുത്തൻ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.